അന്ത്യ മത്സരവും അതോടൊപ്പം തന്നെ അവന്റെ പര്യവസാനവുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ട് ടോപ്പിക്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 8-9 വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-9 വാക്യം ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള, ആരാണ് അവൻ? സാത്താൻ. ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്ത് മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. ഈ സംഭവം നടക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ സാത്താനെ ബന്ധിച്ചു. എവിടെയാണ് ബന്ധിച്ചതെന്നെല്ലാം നമ്മൾ ചിത്രത്തിൽ കാണിച്ചു തന്നു. സാത്താനെ ബന്ധിച്ചത് അഗാധകൂപത്തിലാണ്. സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ സാത്താനെ ബന്ധിച്ചത് അഗാധകൂപത്തിലാണ്. എന്നാൽ 1000-ാം ആണ്ട് വാഴ്ചയുടെ അവസാനം വരുമ്പോ അവനെ അഴിച്ചുവിടും. അഴിച്ചുവിടുമ്പോ അവസാനത്തെ കൈ എന്ന വണ്ണം ഒരവസരവും കൂടി അവൻ ഏറ്റെടുക്കുകയാണ്. ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അന്ത്യപരിശ്രമം. അവനറിയാം, ഞാൻ തോക്കും. ഇന്ന് വരെ കർത്താവുമായിട്ടുള്ള പോരാട്ടത്തിൽ, സ്വർഗവുമായിട്ടുള്ള പോരാട്ടത്തിൽ ആദ്യം മുതൽ അവൻ ജയിച്ച ചരിത്രമില്ല. സാത്താൻ ജയിച്ച ചരിത്രമില്ല. സ്വർഗത്തോടും ദൈവത്തോടും മീഖായേലിനോടും ഗബ്രിയേലിനോടും സ്വർഗീയ പരിവാരങ്ങളോടും സാത്താൻ ജയിച്ച ചരിത്രമില്ല. അവനൊട്ട് ജയിക്കുകയുമില്ല. പക്ഷേ അവൻ തോൽവി ജീവിതത്തിൽ സമ്മതിക്കാത്തവനാണ്. ഒരു പരാജയം അംഗീകരിക്കാത്തവനാണ്. ഒരു കുറവുണ്ട് എന്ന് അംഗീകരിക്കാത്തവനാണ്. എല്ലാവരെക്കാളും കേമനാണെന്നാണ് അവന്റെ ചിന്ത. ആരുടെയും മുൻപിൽ തോറ്റിട്ടില്ല, ഇനിയൊട്ട് തോൽക്കുകയുമില്ല. ആർക്കും അവൻ സറണ്ടർ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് സറണ്ടർ ചെയ്യുകയുമില്ല. എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവൻ സറണ്ടർ ചെയ്യുന്നതാണ്. എന്നേക്കുമായ അവന്റെ പരാജയമാണ് നമ്മൾ പഠിക്കാനായിട്ട് കാണാനായിട്ട് പോകുന്നത്. കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം സാത്താനെ പരീക്ഷിക്കാനല്ല, 1000 സംവത്സരം കർത്താവിന്റെ വഴങ്ങിക്കൊടുക്കാത്ത ചെങ്കോലിന്റെ കീഴെ 1000 സംവത്സരം ജീവിച്ച മനുഷ്യൻ എങ്ങനെയുണ്ട് എന്നറിയാൻ സാത്താനെ അഴിച്ചുവിടും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളത് ആരുടെ തെറ്റായിട്ട് പറയാം? പിശാചിന്റെ കുഴപ്പമാണെന്ന് പറയും. പ്രാർത്ഥിക്കാൻ പോയിരുന്നാൽ ഉറക്കണത് പിശാച്, വേദപുസ്തകം കയ്യിലെടുത്താൽ ഉറക്കണത് പിശാച്, താരാട്ടുപാടി ഉറക്കും പോലെയാണ്. യോഗത്തിന് ചെന്നിരുന്നാൽ ഉറക്കണത് പിശാച്, പ്രാർത്ഥിക്കാനിരുന്നാൽ നടുകഴുപ്പ്, ഉരുണ്ടുകയറ്റം, പെരണ്ടുകയറ്റം, കൈകാലുകഴുപ്പ്, നെഞ്ചുവേദന, തലവേദന, കാലുവേദന, കൈവേദന, പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. അതെല്ലാം പിശാചിന്റെ തലമണ്ടയ്ക്കോട്ടാണ്. പിന്നെ വീട്ടിൽ ശത്രു, പുറത്ത് ശത്രു, ഏതിനെ നോക്കിയാലും ശത്രു. അതും ആരുടെ കുഴപ്പമാണ്? അതും പിശാചിന്റെ കുഴപ്പമാണ്. ഇങ്ങനെ എല്ലാം പിശാചിന്റെ മണ്ടയ്ക്കോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നവന്
ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുക. സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ പച്ച ജഡത്തോടെ പ്രവേശിക്കുമ്പോൾ ദൈവം അവനൊരു അവസരം കൊടുക്കുകയാണ് മര്യാദയ്ക്ക് ജീവിക്കാൻ. പിശാചിനെ കുറിച്ചൊന്നും മിണ്ടണ്ട. നേരെ യുവന് ജീവിക്കാൻ എല്ലാ അവസരങ്ങളും ദൈവം കൊടുക്കും. ക്രിസ്തുവാണ് രാജാവ്, ക്രിസ്തുവാണ് ഭരണാധികാരി. മോദിയുമല്ല, പിണറായിയുമല്ല. എല്ലാം ദൂരെ നിന്ന് അറിയാം. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊന്നല്ല. സർവവ്യാപിയായ കർത്താവിനും മഹത്വ ശരീരികളായ അവന്റെ ഭക്തന്മാരായി നമ്മളും ആ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഒരു രഹസ്യവും വേണ്ട, ഒരു രഹസ്യവും ഇല്ല, ഒന്നും രഹസ്യമല്ല. എല്ലാം വെളിപ്പെട്ടു വരും, എല്ലാം. അതുകൊണ്ട് അവനെ ബന്ധിച്ച് 1000 വർഷം മര്യാദയ്ക്ക് ജീവിക്കാൻ ദൈവം അവസരം കൊടുത്തു. അപ്പൊ അവിടെ കള്ളത്തലാസില്ല, കള്ള കച്ചവടമില്ല, മായമില്ല, കള്ളത്തരമില്ല, പൊളിയില്ല, ദുഷ്ടതയില്ല, ഗുണ്ടാ പ്രവർത്തനങ്ങളില്ല, പിന്നെ പറ്റിപ്പില്ല, ചതിയില്ല, വഞ്ചനയില്ല, പിന്നെ എന്നാ ശാപമില്ല. മൃഗങ്ങളും മനുഷ്യനും എല്ലാം പുലിയിറങ്ങിയേ പുലി കൂവണ്ട, ആനയെ കണ്ടു ബഹളം ഉണ്ടാക്കണ്ട, കടുവ വന്നു ബഹളം വെക്കണ്ട. കാരണം കടുവയും മനുഷ്യനുമായി നല്ല രസത്തിലാണ്, കൂട്ടുകൂടി നടക്കുകയാണ്. കുട്ടി അണലിയുടെ പൊത്തിൽ കൈയിടും. പാമ്പ് കടിക്കുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട, ഇനി അങ്ങനെ കടിക്കുന്ന പ്രശ്നമില്ല. കടുവ തിന്നുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട, അതിന്റെ എല്ലാ ഹിംസ്ര സ്വഭാവം മാറും. അങ്ങനെ ഒരു നല്ല കാലം, കർത്താവ് രാജാവായി വാഴുന്ന കാലം. ഒന്ന് സ്തോത്രം പറയാമോ? ഒരു നല്ല കാലം, കർത്താവ് രാജാവായി വാഴുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. അപ്പോ കുറെ കഴിയുമ്പോൾ, 1000 വർഷം കഴിയുമ്പോൾ ദൈവത്തിന്റെ ചിന്ത ഇനി ഇവര് കർത്താവ് തന്നെ ഞങ്ങൾക്ക് രാജാവായി വാണാൽ മതി എന്ന് പറയുന്നതാണ്. ഏതായാലും ഇവരുടെ ഈ ബന്ധം ഒന്ന് പരിശോധിക്കാൻ 1000 വർഷം കഴിഞ്ഞപ്പോ അഗാധകൂപത്തിന്റെ താക്കോലുമായി ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി. അഗാധകൂപം തുറന്നു, സാത്താനെ അഴിച്ചുവിട്ടു. ആ പഴയ കൂട്ടുകാരനെ കിട്ടിയതിനുള്ള സന്തോഷം, അവൻ എന്നെ കൊലയാളിയാണെങ്കിലും കൊള്ളരുതാത്തവനാണെങ്കിലും അവന്റെ കൂട്ടുകൂടാനായി അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കിതാണ്, നമ്മൾ പഠിക്കും. കടൽ തീരത്തെ മണൽ പോലെ അസംഖ്യം, ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന അസംഖ്യം ജനം അവരോട് ചേരും, അവനോട് ചേരും, അവനോട് ചേരും. അപ്പോ ഇഷ്ടം പോലെ ജനങ്ങളാണ്. ഭൂമി അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞു. ആദമിനോടും ഹവ്വയോടും പറഞ്ഞ കൽപ്പന അങ്ങനെ നിറവേറി. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറവീൻ എന്ന് പറഞ്ഞത് അക്ഷരീകമായി സംഭവിച്ചു. ഒരു വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 10, 50, 100 പേര് വെച്ചിട്ടുണ്ട്. മരണനിരക്ക് കുറവാണ്. അതുകൊണ്ട് അസംഖ്യം ജനം അവര് പിശാചിന്റെ കൂടെ ചേരും. ചേരുക മാത്രമല്ല, നമ്മൾ വായിച്ച ഭാഗത്ത് നിങ്ങൾ കണ്ടു കാണും, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയങ്ങളെ വളയും. രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം സാത്താനെ അഴിച്ചുവിടുമ്പോൾ സാത്താന്റെ ഭാഗത്തേക്ക് കടൽ തീരത്തെ മണൽ പോലെ അസംഖ്യം ജനം സാത്താനോട് ചേരും. വഴങ്ങിക്കൊടുക്കാത്ത ചെങ്കോലിന്റെ കീഴെ, അധികാരത്തിന്റെ കീഴെ കഴിഞ്ഞ ജനം, പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ കഴിയാത്ത ജനം, വ്യഭിചാരമോ ആഭിചാരമോ മദ്യപാനമോ ചെയ്യാൻ കഴിയാത്ത കാലം. അങ്ങനെ മനുഷ്യൻ സമ്മർദ്ദത്തിനകത്തിരിക്കുമ്പോൾ, ജഡത്തിനകത്താണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് ജഡത്തിന്റെ പ്രലോഭനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, അതെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പാപം ജഡത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നിവൃത്തിയില്ല. ചെയ്താൽ വഴങ്ങിക്കൊടുക്കാത്ത ചെങ്കോൽ അവന്റെ മേൽ വരും. അങ്ങനെ
പാപം ചെയ്ത് ജീവിക്കേണ്ടവർക്ക് അടിച്ചമർത്തപ്പെട്ട ജീവിതമാണ്. നന്നായി ജീവിക്കേണ്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇതിന്റെ അവസാനം സാത്താനെ, ബന്ധിക്കപ്പെട്ട സാത്താനെ അഴിച്ചുവിടുമ്പോൾ അസ്വസ്ഥതയോടെ ജീവിച്ച വലിയൊരു കൂട്ടം ജനം സാത്താനോട് ചേരും. ഗോഗ് മാഗോഗ് ആരാണ് ഇവര്? ഞാൻ ഇന്ന് ആ രാജ്യങ്ങളുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗോഗ് മാഗോഗ് ആരാണ് ഇവര്? ഈ വാക്കുകൾ ഇത് കൂടാതെ വേറെ 2 ഭാഗങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഉൽപ്പത്തി 10:2 മാഗോഗിനെ കാണാം. ഉൽപ്പത്തി 10:2 അവൻ യാഫേത്തിന്റെ പുത്രനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറഞ്ഞു നിർത്തിയതാ. യാഫേത്തിന്റെ പുത്രനാണ്. ഓരോ പേരിൻ പ്രകാരവും സ്ഥലവും വംശവും രാജ്യവും എല്ലാം വിളിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. മാഗോഗിന്റെ വ്യാപ്തി എത്രത്തോളം വ്യാപകമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ യെഹെസ്കേൽ 38:1 യെഹെസ്കേൽ 38:1 നാം വായിക്കുന്നതനുസരിച്ച് മാഗോഗ് ഒരു വലിയ ഭൂവിഭാഗത്തിന്റെ പേരാണ് എന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഒരു വലിയ പ്രദേശത്തിന്റെ പേരാണ് മാഗോഗ്. അതിന്റെ ശ്രേഷ്ഠനായ ഭരണാധികാരിയാണ് ഗോഗ്. മാഗോഗിന്റെ ഭരണാധികാരിയാണ് ഗോഗ്. അത് 38-ാം അധ്യായത്തിലും 39 നിന്നും ആ കാര്യം നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. മാഗോഗ് ഒരു വലിയ പ്രവിശ്യയാണ്. ആ പ്രവിശ്യയിലെ ജനങ്ങളെല്ലാം മാഗോഗ്യരാണ്. അവരെ ഭരിക്കുന്നവരാണ് ഗോഗ്. ചുരുക്കി പറഞ്ഞാൽ ഇരുമ്പ് മറയ്ക്കകത്ത് ഒതുങ്ങിക്കഴിയുന്ന രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. യെഹെസ്കേൽ 38-39 ഈ 2 അധ്യായങ്ങളിലും പറയുന്ന യുദ്ധങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് നടക്കേണ്ടതാണ്. അതിൽ ഈ 2 യുദ്ധത്തിലും റഷ്യ തോൽക്കും. റഷ്യ അതിനകത്തൊരു മെയിൻ പാർട്ടാണ്. എങ്കിലും വടക്കു നിന്ന് കാർക്കോൾ പോലെ കയറി വന്ന റഷ്യൻ ജനതയിൽ 1/6 ഭാഗം ഈ 2 യുദ്ധങ്ങളിലുമായി ബാക്കിയുണ്ടാകും. 1/6 ഭാഗം ശേഷിക്കും. ഈ ശേഷിക്കുന്ന ഈ ഭാഗം സഹസ്രാബ്ദ വാഴ്ചയിൽ പെറ്റുപെരുകും. മാത്രമല്ല അവരുടെ സ്വാധീന ലോകം മുഴുവനിലും ഇവർ ഇടകലരും. അതുകൊണ്ട് ഭൂമിയിലെ 4 ദിക്കിന്റെയും സ്വാധീനം, അത് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ 4 ഭാഗത്തേക്കും ഈ വിഭാഗം അങ്ങ് ചിതറിയിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു പകുതിക്ക് ആകുമ്പോഴേക്കും ഇവരറിയപ്പെടുന്നത് ജാതികൾ എന്നാണ്. യഹൂദനല്ല, സഭയില്ലല്ലോ. ജാതികൾ എന്നാണ് ഇവരെ പൊതുവെ വിളിച്ചു വന്നിരുന്ന പേര്. റഷ്യയുടെയും കമ്മ്യൂണിസത്തിന്റെയും അഥവാ സോഷ്യലിസം, ഒരു സോഷ്യലിസം ഇല്ല. സോഷ്യലിസം വാക്കിലേ ഉള്ളൂ. അത് പോകട്ടെ, രാഷ്ട്രീയം.
കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും സ്വാധീനത ലോകത്ത് വ്യാപിക്കും. ഞാനതെന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ, സാത്താന്റെ ശക്തിക്ക് വിധേയരാകുന്ന ജനം റഷ്യക്കാരായിരിക്കും കൂടുതലും. ഗോഗ് എന്നതിന് പ്രഭു എന്നും മാഗോഗ് എന്നത് അവന്റെ രാജ്യം എന്നും നാം ഈ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ വെളിപ്പാട് 20:8 വാക്യത്തിൽ നമ്മൾ വായിച്ച ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് പുരാതന കാലത്തെ, പുരാതനം പറയാൻ പറ്റില്ല, ഈ 20-ാം നൂറ്റാണ്ടിൽ അസ്തമിച്ചു പോയ ഒരു സാമ്രാജ്യ ശക്തിയായിരുന്നു വാഴ്സ സഖ്യരാഷ്ട്രങ്ങൾ, അഥവാ സോവിയറ്റ് യൂണിയനും അതിന്റെ പുത്രികാ രാജ്യങ്ങളും. അതെല്ലാം ചിതറിപ്പോയി എങ്കിലും ഇന്ന് അതെല്ലാം സ്വതന്ത്രമായി തന്നെ ഉണ്ട്. ഉക്രൈൻ അതിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു രാജ്യമാണ്. ഇന്ന് അവര് നാറ്റോയോട് ചേരാനായിട്ട് അപേക്ഷ കൊടുത്ത് നിൽക്കുന്നു. അതാണ് റഷ്യയെ ഇന്ന് പ്രകോപിപ്പിച്ച് ആ യുദ്ധത്തിലേക്ക് നീങ്ങാൻ കാരണമായി തീർന്നത്. യെഹെസ്കേൽ 38 ഒരു പ്രവചനമാകയാൽ അതിലെ ചില വാക്യങ്ങളെല്ലാം അംശമായും ഒക്കെ പിൽക്കാലത്ത് നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണമായ നിറവേറൽ സഹസ്രാബ്ദ വാഴ്ചയിലായിരിക്കും എന്ന് മനസ്സിലാക്കണം. 3-ാം ലോക മഹായുദ്ധം എന്നാണ് ഈ 38-ാം അധ്യായത്തിലെ യുദ്ധത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ നിങ്ങൾക്കത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. 3-ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പറയുന്നതാണ് 38-ാം അധ്യായം. ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് പറയുന്നതാണ് 39-ാമത്തെ അധ്യായം. എന്നാൽ അതിന്റെ എല്ലാം പകരവും പലിശയും തീർക്കുന്നതാണ് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം സാത്താന്റെ പക്ഷം ചേർന്നിട്ട് കർത്താവിനോട് ചെയ്യുന്ന 2-ാമത്തെ യുദ്ധം. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, കർത്താവിനോട് സാത്താൻ ചെയ്ത ആദ്യ യുദ്ധം ഒലിവുമലയിൽ കർത്താവ് രാജാതി രാജാവും ദൈവത്തിന്റെ പുത്രനുമായി വസ്ത്രത്തിന്മേലും തുടമേലും എഴുതപ്പെട്ടവനായി ഒലിവുമലയിൽ ഇറങ്ങി വരുമ്പോൾ അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും അവനെ ജീവനോടെ പിടിക്കാൻ മിഗിത്തോ താഴ്വരയിൽ ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞു. അവിടെ ഒരു യുദ്ധം നടക്കുമെന്ന് പറഞ്ഞു. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അഗ്നിപ്പൊയ്യിലേക്ക് തള്ളുമെന്ന് പറഞ്ഞു. ഈ കുതിരയുടെ കടിവാളങ്ങളോടും രക്തം ഉയർന്ന് 200 മൈൽ ഒഴുകുമെന്ന് പറഞ്ഞു. അവിടെ അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും നേരിട്ട് യുദ്ധത്തിന് തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ നേരിട്ടുള്ള യുദ്ധമാണ് സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം. അന്തിക്രിസ്തു കള്ളപ്രവാചകനോട് പോയി, ഓൾറെഡി നരകത്തിട്ട് പോയി. അപ്പനായ സാത്താൻ പോയിട്ടില്ല. അവന് ഒരവസരവും കൂടി കൊടുത്തിരിക്കുകയാണ്. അവൻ പോസ്റ്റ് പറഞ്ഞ് ജനത്തെ കൂട്ടിയിരിക്കുകയാണ്. അവൻ നേരിട്ടുള്ള ആക്രമണമാണ്. എങ്ങനെ? വിശുദ്ധന്മാരുടെ കൂടാരങ്ങളെ അവൻ വളയുകയാണ്. വിശുദ്ധന്മാർ പാർക്കുന്ന ഗ്രാമങ്ങളെ വളയുകയാണ് നശിപ്പിക്കാൻ. ആ യുദ്ധത്തിലും അവർ പരാജയപ്പെടും. യെഹെസ്കേൽ 38-ന്റെ 5-6 വാക്യങ്ങളിൽ പ്രകാരം പാർസികൾ എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. പാർസികൾ എന്നുദ്ദേശിക്കുന്നത് പേർഷ്യ അഥവാ ഇറാൻ. കൂശ്യർ അത് ഇറാഖിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂശ്യർ. 3 പൂത്യർ
ലിബിയ, ഗോമർ, ജർമ്മനിയും അതിനോടടുത്ത രാജ്യങ്ങളും, തോഗർമ, ടർക്കി തുടങ്ങിയ ഭാഗങ്ങൾ. ഇവരെല്ലാവരും അന്നാളിൽ സാത്താനോട് ചേരും. ഞാനിതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. പലസ്തീൻ നാടിനെ അവരുടെ വടക്കേ അറ്റത്തുള്ള ഒരു ദുഷ്ടശക്തി ആക്രമിക്കുന്ന കാര്യമാണ് 38, 39 അധ്യായങ്ങളിൽ വിവരിക്കുന്നത്. റഷ്യയും അതിൻ്റെ സഖ്യകക്ഷികളുമാണ് ഇവിടെ വിവരിക്കുന്ന ദുഷ്ടശക്തികൾ. മാഗോഗ് ദേശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, നോഹയുടെ മകനായ യാഫേത്തിന്റെ മകനാണ് മാഗോഗ് എന്ന് പറഞ്ഞു. അവർ കുടിയേറി പാർത്ത പ്രദേശമാണ് മാഗോഗ്. ആ സ്ഥലത്തെയാണ് മാഗോഗ് എന്നറിയപ്പെട്ടത്. ഫലസ്തീന്റെ വടക്കുള്ള പ്രദേശത്താണ് നോഹയുടെ കൊച്ചുമകനായ മാഗോഗ് കുടിയേറി പാർത്തത് എന്നാണ് ജോസിഫസ് എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത്. യഹൂദ ചരിത്രകാരനായ ജോസിഫസ് അത് സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. നോഹയുടെ കൊച്ചുമകനാണ് മാഗോഗ്, ഫലസ്തീന്റെ വടക്കൻ പ്രദേശത്താണ് അവർ താമസിക്കുന്നതെന്ന്. ഹെറോഡോട്ടസ് എന്ന ഗ്രീക്ക് ചരിത്രകാരൻ വ്യക്തമാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവിടെ റോസ്, മേശക്, തൂബൽ എന്നീ പുരാതന പേരുകൾ, റോസ്, മേശക്, തൂബൽ എന്നീ പുരാതന പേരുകൾ റഷ്യ, യഥാക്രമം റഷ്യ, മോസ്കോ, ടുബോൾസ്ക് എന്നുള്ള രാജ്യങ്ങളാണത് എന്നീ ആധുനിക പേരുകളാണ് അവയ്ക്കുള്ളത്. ഈ രാജ്യങ്ങളാണ് ഈ പറയുന്ന റോസ്, മേശക്, തൂബൽ എന്നിവ. സുപ്രസിദ്ധ എബ്രായ ശബ്ദകോശ നിർമ്മാതാവായ ജസീനിയസ് പറയുന്നതും ഇതേ അഭിപ്രായമാണ്. റഷ്യയുടെ സഖ്യകക്ഷികളായി അറിയപ്പെടുന്ന പാർസികൾ, പേർഷ്യക്കാർ, ഇറാൻ, കൂശ്യർ എന്ന് പറയുന്നത്, കൂശ്യർ എന്നുള്ളതിന് നമ്മൾ ഇറാഖിന്റെ ഭാഗം എന്ന് നമ്മൾ പറഞ്ഞു. അതേ ഭാഗത്തോട് ചേർന്ന് അവരോടൊപ്പം നിൽക്കുന്നവരാണ് എത്യോപ്യരും. കൂശ്യരോട് അവരുടെ ഒരു സന്തതി പരമ്പരകളാണ് എത്യോപ്യയിലുള്ളത്. കൂശ്യരും, അവിടെ കൂശ്യർ എന്ന് പറയുന്നത് എത്യോപ്യ എന്ന് പറയാം, ഇറാഖിന്റെ ഭാഗം എന്നും പറയാം. പൂത്യർ എന്ന് പറയുന്നത് സോമാലിയർ. ഗോമർ നമ്മൾ പറഞ്ഞു ജർമ്മൻ. തോഗർമാഗ്രഹം എന്ന് പറഞ്ഞു ടർക്കി. 9-ാം വാക്യത്തിൽ അവർ മേഘം പോലെ, 38-ന്റെ 9-ാം വാക്യം, അവർ മേഘം പോലെ ദേശത്തെ മൂടും എന്ന് പറയുന്നത് റഷ്യൻ സൈന്യത്തിന്റെ വിമാനാക്രമണത്തെയാണ്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ലോക ചരിത്രത്തിലേക്ക് കണ്ണു നട്ടിയിരിക്കുന്നവരാണ് വേദ പഠിതാക്കൾ. എപ്പോഴും ശ്രദ്ധിക്കട്ടെ, 3-ാം ലോക മഹായുദ്ധം എന്ന് പേര് വിളിക്കണമെങ്കിൽ റഷ്യ പലസ്തീനെതിരെ കയറി വരും. അതും നോക്കിയിരുന്നാ മതി. റഷ്യയുടെ മൂവ്മെന്റ് നോക്കിയാൽ മതി.
റഷ്യ എന്ന് പലസ്തീനെതിരായി നിവർത്തിയുണ്ടെങ്കിൽ അവർ വരില്ല. റഷ്യ എന്ന് പലസ്തീനെതിരായിട്ട് വരുന്നുവോ അത് മൂന്നാം ലോക മഹായുദ്ധമായി കലാശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, അതൊക്കെ കാണും കേൾക്കും ചെയ്യണതിന് മുമ്പ് നമ്മുടെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മേഘം പോലെ ദേശത്ത് മൂടും എന്ന് പറയുന്നത് റഷ്യയുടെ വ്യോമാക്രമണത്തെ ഉദ്ദേശിച്ചാണ്. മതിലില്ലാത്ത അവന്റെ ഒരു വാക്യമുണ്ട് 11-ാമത്തെ വാക്യത്തില്, 38-ന്റെ 11-ാമത്തെ വാക്യത്തില്, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശം എന്നൊരു പ്രയോഗമുണ്ട്. അതിപ്പോ അക്ഷരം പ്രതി നിറവേറാൻ പോവുക. പലസ്തീന് ചുറ്റും മതിലുണ്ടാവില്ല. ഇപ്പോൾ 20 അടി ഉയരത്തിൽ, നിങ്ങൾക്കറിയാലോ പലസ്തീൻ ഒറ്റ രാജ്യമല്ല. പല സ്ഥലങ്ങളെ ഇസ്രായേലിനകത്ത് 20 അടി ഉയരമുള്ള കോൺക്രീറ്റ് പില്ലറുകൾ കൊണ്ട് മതിൽ തീർക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ന് നെതന്യാഹു ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഫലസ്തീന് സ്ഥലം കൊടുക്കാൻ പറ്റില്ലെന്നാണ്. ഫലസ്തീന്റെ പ്രദേശമെല്ലാം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. അവിടെ ഐക്യരാഷ്ട്രസഭയിൽ, ലോക കോടതിയിൽ ഒരു ആഫ്രിക്കൻ രാജ്യം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയലിൽ നെതന്യാഹു ഗാസയുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചപ്പോ ആ യുദ്ധത്തിൽ പ്രസ്താവിച്ച ഒരു പ്രസ്താവനയാണ് വളരെ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അമാലേക്യർ ഇസ്രായേലിനോട് പെരുമാറിയതും യഹോവയായ ദൈവം അമാലേക്യരെ പരാജയപ്പെടുത്തിയതും ശൂന്യവൽക്കരിച്ചതും. ആ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് അമാലേക്യരെ ഇല്ലായ്മ ചെയ്യുന്നവരെ യുദ്ധം മുൻപോട്ട് പോകും. ഇതാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഫലസ്തീൻ ദേശം ഇസ്രായേൽക്കാർ സ്വന്തമാക്കും. ഇത് അവരുടെ ഹിഡൻ അജണ്ടയാണ്. ബാബിലോണിലും മറ്റുള്ളവരും പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ആക്രമിച്ച് ഫലസ്തീന്റെ മതിലുകളൊന്നും ഉണ്ടായിരിക്കില്ല. 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ശേബ, 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ശേബ അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏഡനെയും, ദേദാൻ എന്ന് പറയുന്നത് മസ്കറ്റിനെയും, ശേബ എന്ന് പറയുന്നത് അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏഡനെയും, ദേദാൻ എന്ന് പറയുന്നത് മസ്കറ്റിനെയും, തർശീസ് എന്ന് പറയുന്നത് ബ്രിട്ടനെയും, അതിലെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാതൃഭാഷയായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയാണ് എന്നാണ്. ഇംഗ്ലീഷ് മാതൃഭാഷയായി അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് തർശീസിന്റെ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത്. അഥവാ ബ്രിട്ടന്റെ ചേരിയിൽ വരുന്ന രാജ്യങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്യൻ കൺട്രീസ് പലതും. ഇത് ആ സഖ്യകക്ഷികളെ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം കൂടി റഷ്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 13-ാമത്തെ വാക്യം. ഏറ്റവും വലിയ കൊള്ള നടത്തുവാനാണോ നീ വന്നിരിക്കുന്നത്? ഇതാണ് 3-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യയോട് ചോദിക്കുന്ന ചോദ്യം. ഇസ്രായേലിലെ ചാവുകടലിലുള്ള വൻ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുവാനായിരിക്കും റഷ്യയും സഖ്യകക്ഷികളും പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. എന്നാൽ അമേരിക്ക, ബ്രിട്ടൻ,
ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാഷ്ട്രങ്ങളുടെ മൊത്തം സമ്പത്തിനെയും കവച്ചു വയ്ക്കുന്ന നിക്ഷേപമാണ് ചാവുകടലിലെ ധാതു ലവണങ്ങളിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ദൈവം തീയും ഗന്ധവുമെത്തി ഇറക്കി കത്തിച്ച ചാവുകടലിനകത്തുള്ള നിക്ഷേപങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി ആദിയായ രാജ്യങ്ങളുടെ മൂലധനത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് പശ്ചിമേഷ്യ ഒരു യുദ്ധക്കളമാണ്. 39-ാം അധ്യായത്തിൽ ഗോഗ് സൈന്യത്തിന്റെ സമ്പൂർണ്ണ നാശത്തെ നമുക്കവിടെ കാണാം. രാജ്യങ്ങളും ചേരികളും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള 38, 39 അധ്യായങ്ങൾ പറയുന്ന മൂന്നാം ലോക മഹായുദ്ധവും ഹർമഗദോൻ യുദ്ധവും കഴിഞ്ഞാലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കുന്ന യുദ്ധം സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനമായിരിക്കും എന്ന് സാരം. യുദ്ധോപകരണങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാനതങ്ങ് പറയാതെ വിടുകയാണ്. എന്ന് പറഞ്ഞാൽ വാളും പരിചയും അങ്ങനെയുള്ള വളരെ പുരാതന കാലത്തുള്ള യുദ്ധസന്നാഹങ്ങളായിരിക്കും ആ കാലത്ത് അവർ ഉപയോഗിക്കാൻ സാധ്യത. കാരണം സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തു രാജാവാണ്. 38, 4, 5 ഇവയിൽ കാണുന്ന ആയുധങ്ങൾ, കുതിരപ്പടയ്ക്ക് വേണ്ടുന്ന ആയുധങ്ങൾ, വാള്, പരിച, പലക, തലക്കോരിക ഇവയെല്ലാം ഉണ്ടായിരിക്കും. കാരണം ആധുനിക ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളൊന്നും ക്രിസ്തു രാജാവായി വാഴുമ്പോൾ ഉണ്ടാകില്ല എന്ന് സാരം. അതെല്ലാം നിഷ്പ്രഭമാകും. ഇവിടെ വിശുദ്ധന്മാരുടെ പാളയം നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ. ഏതാ വെളിപ്പാട് പുസ്തകം 20:8-9 വാക്യം വായിച്ചപ്പോൾ വിശുദ്ധന്മാരുടെ പാളയം എന്നൊരു പ്രയോഗം നമ്മൾ കണ്ടു. ഇത് ഏകവചനത്തിലാണ് പറയുന്നത്. പാളയങ്ങൾ എന്നല്ല, വിശുദ്ധന്മാരുടെ പാളയം എന്നാണ്. എന്തായിരിക്കാം അങ്ങനെ പറയാൻ കാരണം? ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലമോ എന്ന് ഏകവചനത്തിൽ പറഞ്ഞിട്ട് 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല, ആത്മാവിന്റെ ഫലമോ. ഇവിടെ പറയുന്നു വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറഞ്ഞിട്ട് ഏകവചനത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് 22:2 ഇതുപോലൊരു പ്രയോഗം നമുക്ക് കാണാം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷങ്ങൾ ഉണ്ടെന്നല്ല, ജീവവൃക്ഷമുണ്ടെന്നാണ്. 22:2 വെളിപ്പാട്. ജീവവൃക്ഷങ്ങൾ ഉണ്ടെന്നല്ല, ജീവവൃക്ഷമുണ്ട് എന്നാണ്. ഇരുകരകളിലും കൂടെ, ഒരു മരം എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം. ശരിക്കും ജീവവൃക്ഷങ്ങൾ എന്നാണ് വേണ്ടത്, എന്നാൽ അതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ജീവവൃക്ഷങ്ങളുടെ ആത്മീയ പഠനത്തിൽ അവ കാണിക്കുന്ന ഏകത്വമാണിത്. ആത്മാവിന്റെ ഫലങ്ങൾ 7, ആ 9, ആ 9ഉം ചേരുന്നതാണ് ആത്മാവിന്റെ ഫലം. ഒരു പഴത്തിനകത്ത് 9 കുരുക്കൾ ഉള്ളതുപോലെ ഓറഞ്ച് എടുത്താൽ ഓറഞ്ചിന് 9 അല്ലി അല്ലെങ്കിൽ 10 അല്ലി 12 അല്ലി
അത് ഓരോ അല്ലിയും ഓറഞ്ചുകളല്ല, ഓറഞ്ച് ആണ്. പക്ഷെ അതിൻ്റെ ഓരോ അല്ലിയും ചേരുന്നതാണ് ഓറഞ്ച്. എന്നതുപോലെ ആത്മാവിന്റെ ഫലമോ 9 ഫലങ്ങൾ, 9 ആത്മാവിന്റെ പ്രതികരണങ്ങൾ, സ്വഭാവങ്ങൾ ചേരുന്നതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. വിശുദ്ധന്മാരുടെ പാളയങ്ങൾ എന്ന് പറയേണ്ടതിന് പകരം വിശുദ്ധന്മാരുടെ പാളയം എന്ന് പറഞ്ഞത് ഒരു രാജാവിന്റെ കീഴിലെ ഐക്യതയാണ് ഇത് കാണിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഒരു പാളയമേ ഉള്ളൂ, ആ പാളയത്തിനൊരു നേതാവേ ഉള്ളൂ, അത് കർത്താവാണ്. ഏക രക്ഷിത ഗണത്തിന്റെ ഭാഗമാണ് വിശുദ്ധന്മാർ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ പാളയങ്ങൾ എന്ന് പറയാത്തത്. വിശുദ്ധന്മാരെ ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് സാത്താന്റെ കീഴിലുള്ള സൈന്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറയാ, വിശുദ്ധന്മാരുടെ പാളയങ്ങളെ വളയും. അർത്ഥാൽ വിശുദ്ധന്മാരുടെ പാളയത്തെ വളയും. അവർ എവിടെയെല്ലാം പാർത്താലും അവരെല്ലാവരും വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് അവരെ ഒന്നിച്ചു പറഞ്ഞു, അവരുടെ പാളയം, വിശുദ്ധന്മാരുടെ പാളയം. വെളിപ്പാട് പുസ്തകം അതിന്റെ പര്യവസാനം നോക്കിക്കോ. എങ്ങനെയാണ് ഇതിന്റെ അന്തം, പര്യവസാനം? സഹസ്രാബ്ദത്തിൽ യുദ്ധമില്ല, അവിടെ പോരാടേണ്ടി വരില്ല. ഹർമഗദോൻ യുദ്ധം നടന്നില്ല. ശരിക്കും യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ അവർ തമ്മിൽ വെട്ടിച്ചാകുകയായിരുന്നു. കർത്താവ് ആരെയും വെട്ടിയില്ല, അവർ തമ്മിൽ യുദ്ധം ചെയ്തു. വാള് മറ്റൊരുത്തിന്റെ നേരെ ഉയർന്നു, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ. എന്നതുപോലെ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം ഏകപക്ഷീയമായ യുദ്ധവും ഏകപക്ഷീയമായ പരാജയവുമായിരിക്കും. എങ്ങനെയാണെന്നറിയാമോ? ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ സൈന്യങ്ങളെ ദഹിപ്പിക്കും. ആരെ? വിശുദ്ധന്മാരുടെ പാളയത്തെ വളഞ്ഞ സകല മാഗോഗിന്റെ സകല സൈന്യങ്ങളെയും ഗോഗിന്റെ സൈന്യങ്ങളെയും ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നും 4 കോർണറിൽ നിന്നുമായി വിശുദ്ധന്മാരുടെ പാളയത്തെ വളഞ്ഞ സംഘത്തെ ആകാശത്ത് തീയിറങ്ങി നശിപ്പിക്കും. വെളിപ്പാട് 20:9 അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും. അങ്ങനെ മനുഷ്യർ തമ്മിൽ യുദ്ധം ചെയ്യാതെ ദൈവം താൻ നേരിട്ട് പ്രവർത്തിച്ച് എന്നേക്കുമായി സാത്താന്റെ മത്സരം തീരും, അവസാനിക്കും. ഹർമഗദോൻ യുദ്ധത്തിൽ അനേകർ വാളിന്റെ വാഴ്ത്തലയ്ക്കിരയായി. സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തെ യുദ്ധത്തിൽ ആകാശം തീയിറങ്ങി നീതിമാന്മാരെ വളഞ്ഞിരിക്കുന്ന സകല ദുഷ്ടന്മാരുടെ മേലും തീയിറങ്ങി കത്തും. പ്രൈസ് ദി ലോർഡ്. ആ തീ ഭൂമിയുടെ അന്തരാളങ്ങളിലേക്ക് പകർന്ന് ഭൂമിയുടെ അഗ്നിശോധന നടക്കും. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. എല്ലാറ്റിനും ഒരു അവസാനമുണ്ട്. ഭരണകൂടങ്ങൾ തകർന്ന് ക്രിസ്തു രാജാവായി ഒരു ഭരണത്തിന്റെ കീഴെ വരുന്നു. അവസാനം സാത്താൻ സകലത്തെയും വെട്ടിപ്പിടിക്കുന്നു.
എന്നാൽ അവൻ എന്നേക്കുമായി അവസാനിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അന്ധകാര ശക്തികൾക്ക് അന്തം വരുത്തി കാൽവരി ക്രൂശിനോട് പറ്റി നിന്ന് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കണമേ. ഈ ക്ലാസ്സിൽ നിന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചയക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.